ഹലോ! കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണേ. ഒരു കുഞ്ഞ് കള്ള മടി വന്നുപോയി അതിൻ്റെ ഇടയില്. അതാണ് കേട്ടാ. അന്നേരം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ആവട്ടെ മറ്റന്നേ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്ത് കാത്ത് നിൽക്കുന്നുണ്ടായിന്. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തേക്കാന്ന്. അങ്ങനെയാണ് ലേറ്റ് ആയിപ്പോയത്. ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആന്ന് പറഞ്ഞില്ലേ. അതായത് യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടിയെല്ലാം ഉണ്ട്. ഇതാ ഇപ്പം കാണുന്ന ഈ ഒരു മേഘമില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? രണ്ട് സൈഡായിട്ട് ഒരു മഴവില്ലിൻ്റെ ഒരു കളറെല്ലാം കാണുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ഒരു ഫുള്ളായിട്ടൊരു ആ ഒരു മഴവില്ലിൻ്റെ ഷേപ്പിലൊന്നുമില്ല, എന്നാൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനൊരു, പക്ഷെ അതൊരു മഴക്കാറോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ക്ലൗഡ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ പോകെ പോകെ ചെറിയൊരു മഴക്കാറ് പോലെ എവിടെയോ ഒരു അങ്ങനെ ഓക്കെ, വിഷയത്തിൽ നിന്ന് തെന്നു മറന്നു ഞാൻ. അന്നേരം അങ്ങനെ കുറച്ച് ടെൻഷനോട് കൂടിയിട്ട് അത് പോകുന്നത്. കാരണം അലേർട്ട് വരുന്നത് എപ്പോഴാ, കാരണം ആ സമയത്ത് നമ്മൾ സേഫ്റ്റി നോക്കണമല്ലോ. അലേർട്ട് വരുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ടിരിക്കണം, സേഫ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ടിരിക്കണം. പിന്നെ ക്ലിയർ വീണ്ടും അലേർട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പാടുള്ളൂ. മീൻസ് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അന്നേരം അങ്ങനെല്ലാം കൊണ്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടായിനി. അതിൻ്റെ ഇടയിൽ എത്തിഹാദ് റെയിലിലൂടെയൊരു സംഭവം പോകുന്ന കണ്ടു. പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തതായതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോയിട്ടാ. കാരണം കുറേ സമയം വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ടെൻഷനിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ എല്ലാ കാര്യത്തിനും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. അവരവരുടെ കാര്യത്തിന് എല്ലാവരും അവരവർ ഇറങ്ങുന്നുണ്ടല്ലോ. അന്നേരം ലീവില്ല ദിവസങ്ങളിലാണെങ്കിൽ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അവരവരെ ജീവിതം അടിച്ചുപൊളിയാക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതിൽ നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ചു. പേടിച്ചിട്ട് തന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വാദി, അതായത് ഷൗക്ക ഡാം കാണാൻ വേണ്ടി, വാദിയല്ല ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം റീസെൻ്റ്ലി ഇവിടെ മഴയെല്ലാം, ഇവിടെ അല്ല യു എയിൽ മൊത്തം മഴയെല്ലാം പെയ്തിട്ടായിന്. അന്നേരം ഇച്ചിരി വെള്ളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടായിന്. അങ്ങനെ നേരെ കയറുന്ന സമയത്ത് തന്നെ ആ വെള്ളം റോട്ടിൽ തന്നെ ആ വെള്ളം കാണുമ്പോൾ നമുക്ക് സമാധാനമായി, ഓക്കെ ഉണ്ടാവും എന്നുള്ളത്. അന്നേരം ഈ പോകെ അത് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കുറച്ച് കുറച്ച് വെള്ളമായിട്ട് അവിടെ എവിടെയെല്ലാം ഉണ്ടല്ലോ. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകുന്ന ടൈപ്പ് വെള്ളമെല്ലാം വരും കേട്ടോ. പിന്നെ പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങുന്നതാണ്. അത് പ്രോപ്പറായിട്ടുള്ള റോഡൊന്നുമില്ല താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവർ എന്താ പറയുക, നല്ല സെക്യൂറാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് അത് വണ്ടി പോകുന്ന ഒരു റോഡല്ലേ, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു വഴിയാണ്. അന്നേരം അതുകൊണ്ട് സ്ലിപ്പാവാതിരിക്കാനെല്ലാം അവിടെ എല്ലാം നല്ല കല്ലെല്ലാം ഇങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ടെല്ലാം ഉണ്ടേ. പിന്നെ അതുകൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങലെങ്ങനെയാണെന്നുള്ളൊരു ഡൗട്ടായി. നമ്മൾ മുന്നേ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവസാനം കുറച്ച് സമയം സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമെല്ലാം നോക്കി ഇതിലേ എങ്ങനെ താഴോട്ടിറങ്ങാം, ഇതായിരുന്നു നമ്മുടെ ചിന്ത കേട്ടോ. പക്ഷെ നടക്കൂല. കാരണം അവിടെ ഇച്ചിരി വെള്ളമെല്ലാം ഉണ്ട്. അത് പായലാണ് കേട്ടോ കാണുന്നത്. കണ്ടാ കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്. മുന്നേ വന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഇവിടെ വണ്ടി വെച്ചത്. പക്ഷെ ഇവിടത്തേക്ക് ഇറങ്ങാനുള്ള വഴി കാണുന്നില്ല. നമ്മൾ 4 പേരും കൂടി കുറേ സമയം ആലോചിച്ചു. അവസാനം കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അതൊരു ഓഫ് ഡേ അല്ലാന്ന് തോന്നുന്നു, ഒരു വർക്കിംഗ് ഡേ ആണെന്നാ തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ തൊട്ടടുത്ത സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ചും കൂടി മുന്നോട്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേലിങ്ങനെ നടന്നിട്ട് ആ ഒരു സൈഡിലേക്ക് പോകണം. പക്ഷേ നമുക്ക് ഈസിയാണ്. എനിക്ക് അജയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് വലിയൊരു പ്രശ്നമല്ല. പക്ഷെ അനുവിന് അതിക്കൊരു ബാലികേറാ പോലെ തന്നെയായിരുന്നു. കാരണം അവരെ ചെരുപ്പ് കുറച്ച് ഹീലിലെ ചെരുപ്പാണ്. പിന്നെ അവർക്ക് ഇങ്ങനെ ഈ കല്ലും മണ്ണും കയറിയിട്ട് ശീലമില്ല. അതാണ് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുണ്ടും കുഴിയൊന്നും കയറിയിട്ട് ശീലമില്ല. നമുക്ക് പിന്നെ ഇതെല്ലാം അതിൻ്റെ അപ്പുറം കടന്നിട്ട് വന്നതല്ലേ നമ്മയെല്ലാം. അതുകൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല. പിള്ളേർക്ക് അങ്ങനെയല്ല. അന്നേരം എങ്ങനെയോ ഏന്തി പിടിച്ച് വലിഞ്ഞ് താഴെ എത്തി. ആ മുകളിലാണ് കേട്ടോ റോഡ് വരുന്നത്. ഇതൊന്നും താഴോട്ട് ഇറങ്ങി. കണ്ട വെള്ളമെല്ലാം ഇച്ചിരി വെള്ളമെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്. കണ്ട അനുവിനെ അധികം നടക്കാൻ തന്നെ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്. അന്നേരം ഞാൻ ഇവരോട് പറഞ്ഞു ഏതെങ്കിലും ഷൂ ഇട്ട് വന്നാൽ മതി. അന്നേരം അജയേട്ടൻ പറഞ്ഞു, അയ്യോ വേണ്ട, വെള്ളത്തിലെല്ലാം കളിക്കുമ്പോൾ ഷൂ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമെല്ലാം നനയൂലേ. അതുകൊണ്ട് സാധാരണ സ്ലിപ്പേഴ്സ് അങ്ങനെ ഇല്ലത് ഇട്ടാൽ മതി. കാരണം ഇവർക്ക് സാധാരണയുള്ള ചെരുപ്പ് കുറവ്, മീൻസ് സാധാരണ റബ്ബറിൻ്റെ ചെരുപ്പായിട്ടിനി, പക്ഷെ അത് ഒരു ഹീലുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതാ അജയേട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇറങ്ങൂല എന്നുള്ള പറഞ്ഞ് പാൻറ്റെല്ലാം കയറ്റിട്ട് ഞാനും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അധികം. ഞാനും അധികം ഇങ്ങനെ വെള്ളം കാണുന്നത് ഒരു തോട്, ഒരു നാട്ടിൻ്റെ ഫീലില്ലേ കാണുന്ന സമയത്ത്. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നാടിൻ്റെ ഒരു ഫീലില്ലേ. അന്നേരം ഇങ്ങനെ ഒഴുകുന്ന വെള്ളമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അവരെ വഴിക്ക് വിട്ടുവേ. അതിൻ്റെ അടിയിലെ കൂടെ ആഴമുണ്ട്.
ഒഴുകുന്നതായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇറങ്ങിക്കോ, സ്ലിപ്പായിട്ട് വീഴരുത് കേട്ടാ. ഫ്രോഗാ? പക്ഷെ നിന്റെ വലിയ പൊന്തൊക്കെ ചെരുപ്പിട്ടിട്ടാ വന്നിട്ടില്ലേ? ചെരുപ്പിട്ടിട്ട് പോയിക്കോ. ആ, ചെരുപ്പൊന്ന് വൃത്തിയാവട്ടെ. എന്നിട്ട് അത് അതിലെയാന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്തിരുന്നു. അനു ആദ്യം അതിൻ്റെ ഇടയിൽ ഇരിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടാ. എനിക്കാണെങ്കിൽ ഈ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വല്ലാതെ ഇറിറ്റേഷൻ ആയിരിക്കുമേ. പക്ഷെ അനുവിനെ അധികമൊന്നും അതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു വെള്ളം മുങ്ങാനായിരിക്കണം എന്നെല്ലാം ചോദിച്ചു. പിന്നെ അതുമല്ല, തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് നല്ല ഡ്രൈവ് ഉണ്ട്, കുറച്ച് ദൂരം ഉണ്ട്. അത്രയും സമയം ഈ ചണ്ടും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കരുത് എന്നെല്ലാം വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നത്. ആ ചേട്ടൻ പറഞ്ഞു ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നതല്ലേ, അവരെന്തെങ്കിലും ചെയ്യട്ട് പറഞ്ഞു. അവസാനം അങ്ങ് ഇരുന്നുവേ. അതാ നമ്മൾ ഈ നാട്ടിൽ പാവി, നമ്മുടെ നാട്ടിൽ മീൻസ് പായൽ പച്ച കളറില്ലേ, ആ സാധനം ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്നത്. എഴുന്നേക്കുന്ന സമയത്ത് പേരിന് മൊത്തം പച്ച കളർ തന്നെ. അത് ഞാൻ വീട്ടിൽ വന്ന് ഒരച്ച് മെഷീനിലിട്ടിട്ട് പോകുന്നില്ല. അത് ഞാൻ ഈ സമയത്ത് വല്ലാതെ ഓർക്കുന്നു. അങ്ങനെ അനു ആദ്യം തലയൊഴികെ ബാക്കിയെല്ലാം മുങ്ങിയിട്ടാ. ഇങ്ങനെ ഇതേ നനച്ചില്ലാന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിനി. പിന്നെ ഞാൻ ഡ്രസ്സൊന്നും എടുത്ത്, ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ, ഞാൻ കാലിൻ്റെത് മാത്രമേ ചിന്തിക്കുന്നു. നടക്കുമ്പോൾ ഷൂ നനയും, അങ്ങനത്തെ അത് മാത്രമേ ചേട്ടനായാലും ചിന്തിച്ചിട്ടില്ല. ഈ ചെരുപ്പാണെങ്കിൽ ഈ ചെരുപ്പ് കുറച്ച് ഹീല ടൈപ്പ് ആയതുകൊണ്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. സംഭവം രണ്ടാക്കും കുറച്ച് പേടിയെല്ലാം ടീമാണേ വെള്ളമെല്ലാം. അധികം അങ്ങനെ നാട്ടിൽ നിന്നായാലും അധികം കളിച്ചിട്ടൊന്നുമില്ല. എനിക്ക് പൊതുവേ വെള്ളം പേടിയാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പൊതുവേ അനുവാദിയൊന്നും വെള്ളം അങ്ങനെ അധികം കാണാത്തത് കൊണ്ട് പിന്നെ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണോ പേടിയാണോ എന്തെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്താണ് നമ്മൾ വിട്ടുവിട്ടു. ഏകദേശം 1 മണിക്കൂറേ ഉണ്ടായിട്ടു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. പുറത്ത് നിൽക്കാനുള്ള പേടിയുണ്ട്. പിന്നെ ഫൈറ്റർ ജെറ്റിൻ്റെ അങ്ങനത്തെ സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ നമുക്കത് എന്തായാലും നോർമലി പേടിയാണല്ലോ. അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല. വണ്ടിയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് കുറേ ഓടണം. അത് ഇവരെയും കൊണ്ട് ഈ ചെരുപ്പും വെച്ചിട്ട് ഓടൽ കയറുന്ന റിസ്ക് ആണ്. അതുകൊണ്ട് പിന്നെ അധികം നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. ഇത്രയും വീഡിയോ എടുത്തിട്ട് കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.